ഹായ്, സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു പച്ചക്കറി തോട്ടം കണ്ടാലോ? വീടിൻ്റെ ടെറസിൽ ചെറിയൊരു ഭാഗത്ത് ഗ്രോ ബാഗിലാണ് കേട്ടോ ഞാൻ പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവിടെ വെയിൽ കിട്ടുള്ളൂ, നല്ല വെയിൽ വേണമല്ലോ പച്ചക്കറികൾക്ക്. കുറച്ച് ഗ്രോ ബാഗുകളിലുള്ളൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, വഴുതന, പയർ, അതുപോലെ ചീര, ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. പുറത്തുനിന്ന് ഇതൊന്നും മേടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കിപ്പോൾ വരാറില്ല. പിന്നെ ഇതിനൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അത്യാവശ്യമുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാനും, പിന്നെ ഞാൻ പച്ചമുളകൊക്കെ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കും കൂടുതലുണ്ടാകുമ്പോൾ. അതിലൊക്കെ ഉപരിയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണിത്. നമ്മളൊരു ചെടി പിടിപ്പിക്കുക, അത് വളർന്ന് വലുതായി അതിന് കായ പറിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണത്. എനിക്കെല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെത്ര കുറച്ച് സ്ഥലമുള്ളെങ്കിലും അവിടെ 4 ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിലെങ്കിലും പിന്നെ ഇതുപോലെ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നടുകയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരപ്രദമാവുന്നൊരു കാര്യമാണ്. ഞാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ശരി, പച്ചക്കറി നടന്ന കാലമായാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അയ്യോ 4 തൈയെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും ശരി ടെറസിൻ്റെ മുകളിലേക്ക് മണ്ണൊക്കെ കയറ്റിയിട്ട് ഞാൻ പച്ചക്കറി നടാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കൂടുതലും ഗ്രോ ബാഗുകളിൽ മണ്ണിനേക്കാളും കൂടുതൽ ചാണകപ്പൊടി, അതുപോലെ തന്നെ കരിയിലകളൊക്കെ നിറച്ചിട്ടാണ് ഞാൻ നടാറ്. കാരണം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. തൈകളൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാവുമെന്ന് കാണാറുണ്ട്. എൻ്റെ കുമ്പളങ്ങ കുട്ടനെ കണ്ടോ? കുമ്പളങ്ങ എനിക്ക് എല്ലാ വർഷവും നന്നായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിനിടയിലൊരു തണ്ണിമത്തനും എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത്രയും പച്ചക്കറികൾ ഞങ്ങൾക്ക് കിട്ടി. കണ്ടോ എന്തൊരു സന്തോഷമാണ് മനസ്സിനെന്നറിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.